ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ഗൈസ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഐസ്ക്രീം സ്റ്റിക്ക് ആദ്യം രണ്ടറ്റത്തായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ രണ്ടറ്റത്ത് വേറെ ഐസ്ക്രീം സ്റ്റിക്ക് വെക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് കിട്ടും. ആക്ച്വലി ഗൈസ്, ഇത് ഞാൻ പണ്ടെങ്ങാണ്ടോ ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കണം. അങ്ങനെ ഈ ബോക്സ് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഒട്ടി പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഒട്ടിക്കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ ഗൈസ് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുക. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ സമയം എടുത്തിട്ടാണെങ്കിലും സാധനം ഒട്ടിക്കെട്ടിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന് അടപ്പുണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, പക്ഷെ ഒട്ടിക്കരുത്. അങ്ങനെ ഇത് വെച്ചതിന് ശേഷം വേറെ രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. അതിൻ്റെ ലെങ്ത്ത് ഒന്ന് ബാലൻസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. സാധാ പോലെ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒട്ടിയതിന് ശേഷം നമ്മൾ തല തിരിച്ച് വെക്കുക. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് പിടിക്കണമല്ലോ, പിടിക്കാൻ വേണ്ടിയിട്ട് 3 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. അതിന് മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് അത് ഒരുമിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഇതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സ് ക്യൂക്കാണ്, പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഭാവിയിൽ നമുക്ക് വേറെ ഏതെങ്കിലും പെയിൻറ്റ് അടിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്തേക്കുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബൈ.